നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ലതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മികച്ച സ്കൂൾ, മികച്ച അധ്യാപകർ, ഏറ്റവും നല്ല അവസരങ്ങൾ. പക്ഷെ കുട്ടിയെ ഒരു നല്ല സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ അതോടുകൂടി നമുക്കിതെല്ലാം ലഭിക്കുമോ? അതെങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കും എന്ന തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കുട്ടിയിൽ നടക്കുന്ന ഒന്നല്ല. സത്യത്തിൽ കുട്ടിയുടെ ഉള്ളിൽ വളരുന്ന ഒന്നാണ് വിദ്യാഭ്യാസം, അറിവ്, പരിജ്ഞാനം. അതിന് സ്കൂളും വീടും നമ്മൾ ഒന്നായിട്ട് നടക്കണം. എന്താണ് യഥാർത്ഥ വിദ്യാഭ്യാസം? മാർക്ക്, ഹോംവർക്ക്, ഇതിനൊക്കെ അതീതം, അപ്പുറത്താണ് വിദ്യാഭ്യാസം. അത് കുട്ടിയെ ഒരുക്കേണ്ട ഒരു സംഭവമാണ്. അവരിൽ അതൊരു നല്ല ചിന്തിക്കുന്ന മനസ്സുണ്ടാക്കണം, അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം ഉണ്ടാവണം. അതോടൊപ്പം ഉത്തമമായൊരു സ്വഭാവം, പേടി, ഭയമൊന്നുമില്ലാത്ത വിശാലമായിട്ട് സ്വപ്നം കാണാനുള്ള ഒരു കഴിവ്, ജീവിതത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം. ഇത് കുട്ടികളെ സത്യത്തിൽ കരുണയുള്ളവരായും സൃഷ്ടിപരമായ ശേഷികളുള്ളവരായും ധൈര്യശാലികളായും മാറ്റുന്നു. ലോകത്തിൽ അങ്ങ് കലർന്ന് ചേരാൻ മാത്രമല്ല, ലോകത്തിൻ്റെ ഭാഗമാകാൻ മാത്രമല്ല, ലോകത്തെ തന്നെ രൂപപ്പെടുത്താൻ അവർക്ക് കഴിയും. പിന്നെ ഇവിടെയൊക്കെ ഞാനും നിങ്ങളും എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നല്ലേ? അവരുടെ പരീക്ഷയിലെ വിജയം പോരാ, അവരുടെ വളർച്ച നോക്കുക. പഠനം നടക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷമുണ്ടോ? സമ്മർദ്ദമില്ലാതെ ആത്മവിശ്വാസമുണ്ടോ? അവർക്ക് ഇച്ഛാശക്തിയുണ്ടോ? വികാരങ്ങളെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ആശയവിനിമയങ്ങളെ വേണ്ട രീതിയിൽ ചെയ്യാനും നമുക്ക് വേണ്ടത് കുട്ടികളെ മനസ്സിലാക്കുന്ന അധ്യാപകർ, കുട്ടികൾക്ക് യോജിച്ച ഒരു സ്കൂൾ. അതിന് വെറും സിലബസ് മാത്രം പോരാ. പഠിക്കേണ്ടത് എന്ത് എന്നതിനപ്പുറം എങ്ങനെ പഠിക്കുന്നു എന്നതിനും അപ്പുറം എന്തിന് പഠിക്കുന്നു എന്നുള്ളതാണ് അവരറിയേണ്ടതും. അതാണ് ശരിയായ വിദ്യാഭ്യാസം. സോ മാതാപിതാക്കളുടെ പങ്ക് ഈ വിഷയത്തിൽ വളരെ വലുതാണ്. നമ്മൾ കാണികളായിട്ട് മാറി നിൽക്കുക, കൈയടിക്കുക, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുക, നോ. കുട്ടിയുടെ ഈ യാത്ര, പഠനയാത്ര, ഇതിൽ സഹയാത്രികളാണ് നമ്മൾ. കുട്ടിക്ക് എന്താണ് ആവശ്യം? നമ്മുടെ ഒരല്പം സമയം, നമ്മുടെ ശ്രദ്ധ, നമ്മൾ അവരുമായിട്ട് സംസാരിക്കുക, കേൾക്കാൻ തയ്യാറാവുക, പ്രോത്സാഹനം, നല്ല മൃദുവായി സ്നേഹത്തോടെ തിരുത്തുക. അതിലുമപ്പുറം അവരെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലൊക്കെ അവർക്ക് കിട്ടണം. ചോദ്യങ്ങളെ സ്വാഗതം ചെയ്യുന്ന, തെറ്റുകൾ അത് വളർച്ചയുടെ ചവിട്ടുപടികളായി കാണുന്ന, നല്ല ക്രിയേറ്റിവിറ്റിയെ, കല, സാംസ്കാരിക തലത്തിലൊക്കെ ഉള്ള കുട്ടികളുടെ ആ സ്കില്ലും നൈപുണ്യങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, കുട്ടി സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വീട് അതെനിക്കും നിങ്ങൾക്കും സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അവിടെ കുട്ടി വളരുകയാണ്. ഇതൊക്കെ എന്തുകൊണ്ട് പ്രധാനം എന്ന് നിങ്ങൾ ചോദിച്ചാൽ, നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നൊരു ലോകമുണ്ടല്ലോ, അത് ഞാനും നിങ്ങളും വളർന്നു വന്ന പഴയ ഒന്നല്ല. അവർക്ക് ആവശ്യം ചെറുത്തുനിൽപ്പ്, വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ലോകത്തെക്കുറിച്ചുള്ള ബോധം, ഡിജിറ്റൽ രംഗത്തുള്ള കഴിവുകൾ, ലീഡർഷിപ്പ്, പ്രശ്നങ്ങൾ കാണുമ്പം തിരിഞ്ഞോടാതെ പരിഹരിക്കാനുള്ള കഴിവ്, അതിലൊക്കെ അപ്പുറം നല്ല മനുഷ്യനായിരിക്കുക എന്ന ഗുണം. ഇതെല്ലാം സ്കൂളിന് മാത്രം നൽകാൻ കഴിയില്ല. അതോ വീടും മാതാപിതാക്കൾക്കും കൊടുക്കാൻ പറ്റുമോ? അവർക്കും കഴിയില്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്കൂള്, വീട് കൈകോർത്ത് നിന്നാൽ നമ്മുടെ മക്കളെ നമുക്ക് പരീക്ഷകൾക്കോ സർട്ടിഫിക്കറ്റുകൾക്കോ വേണ്ടിയല്ല, ജീവിതത്തിന് വേണ്ടി തയ്യാറാക്കാം. അതാണ് അയാദിയിൽ നിന്നുള്ള മെസ്സേജ്.